വളരെയധികം നന്ദിയുണ്ട്. ഇതിനോട് പ്രവർത്തിച്ചാൽ എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ മോൾ കണ്ടു കെട്ടിയതിൽ വളരെയധികം എനിക്ക് ഈ സാറുമാരോടും താന്നൂരിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച എല്ലാ നാട്ടുകാരും ഇവിടുത്തെ സാറുമാരും വളരെയധികം അവരെല്ലാം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ മോളൊന്നുകൊണ്ട് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. മോളോട് സംസാരിച്ചോ? മോളോട് സംസാരിച്ചില്ല. എന്താണ് അളിയൻ്റെ ഫോണിൽ ഇങ്ങനെ കാണിച്ചിരുന്നപ്പോൾ മോളോട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളോട് വരാൻ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്ത് പറഞ്ഞാലും അതിനൊരു ഇതല്ല, വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എനിക്ക് ഒന്നും കൂടുതൽ ഞാൻ അനുഭവിക്കും. വിപിൻ സി വിജയൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. വിപിൻ, ഈ കുറച്ച് വളരെ ബാലിശമായ കാര്യങ്ങളും ഈ കുട്ടികൾ പറയുന്നുണ്ടല്ലോ, അത് അവരുടെ പ്രായത്തിൻ്റേത് ഒക്കെ ആയിരിക്കും. കാരണം വീട്ടുകാരെ നിരന്തരമായി ചീത്ത പറയുന്നു, അടിക്കുന്നു, എന്ത് ജോലി ചെയ്താലും അവർക്ക് സംതൃപ്തിയില്ല. ഇതൊക്കെ സാധാരണ ടീനേജിലുള്ള കുട്ടികൾക്കുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും അതിൻ്റെ ഭാഗമായി അവർ ഉന്നയിക്കുന്ന ചില പരാതികളുമൊക്കെയാണ്. അപ്പോൾ മിക്ക വീടുകളിലും കുട്ടികളെ പല കാര്യങ്ങൾക്കും വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീട്ടുകാരുടെ പെരുമാറ്റം അവർക്ക് അസഹനീയമായി തോന്നുന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന RRT ഉദ്യോഗസ്ഥൻ വിളിക്കുമ്പോഴും പെട്ടെന്ന് പരിചയപ്പെട്ട ഒരു കോളിൽ പരിചയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് മുംബൈയിലേക്ക് വാ, ഞാൻ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ അങ്കിൾ ഞങ്ങൾക്ക് ജോലി ശരിയാക്കി തരുമോ എന്ന് പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പം എത്രത്തോളം എന്താ പറയുന്നത്, പല കാര്യങ്ങളെക്കുറിച്ചും വിചാരമില്ലാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നല്ലോ ഇന്നിലെ ഈ കുട്ടികളുടെ ഒരു പെരുമാറ്റം. അതെ, തീർച്ചയായും. ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവർ എങ്ങോട്ടേക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവർക്ക് കൃത്യത ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പോവുക എന്നുള്ളത് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത്. കാരണം ഈ പോയതിനു ശേഷം നേരെ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, മുംബൈയിലെത്തി അവിടെ ഏകദേശം 10,000-ന് മുകളിലുള്ള പൈസയ്ക്ക് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് പിന്നീട് ഈ ട്രെയിനിലേക്ക് പോകുന്നതും. അപ്പോൾ ഇവർക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു ചിന്ത മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവർ ആലോചിച്ചിരുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് അവരുടെ ഒരു കുട്ടി ബുദ്ധിയിൽ തോന്നിയത് ഇവിടെ നിന്ന് അങ്ങ് പോവുക എന്നുള്ളതായിരിക്കണം എന്ന് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ രണ്ടുപേര് കൂടി അതിനൊരു പ്ലാൻ ഇടുന്നു. ആ പ്ലാനിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ ഇവർക്ക് വേണ്ടിയാണ് ഈ 2 ദിവസമായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും ഈ കുട്ടികളെ സംബന്ധിച്ച് അതൊന്നും ആലോചിച്ചിരുന്നില്ല, അതേക്കുറിച്ചൊന്നും അവരറിഞ്ഞിട്ടുമില്ല. അവർക്ക് ഇവിടെ നിന്നും പോകണം, കേരളത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ഉദ്ദേശം. പിന്നെ അത് തന്നെയാണ്, അത് എത്രത്തോളം അപകടകരവും എത്രത്തോളം റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരാളിനോട് പോലും ഒരു ജോലി വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയുമ്പോൾ +1 പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ തീർച്ചയായും സ്കൂളുകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നമ്മൾ ഈ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പലതരത്തിലുള്ള ചതിക്കുഴികളുണ്ട്, പലതരത്തിൽ ആൾക്കാർ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് ചെല്ലുന്നില്ല എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നിന്ന് അങ്ങനെ വിട്ടുപോകുക, എന്ത് ചെയ്യും, കൃത്യമായി ആര് സഹായിക്കും, ശരിയായ സഹായം ഉണ്ടാകുമോ, ഇതിലൊന്നും ഒരു ഉറപ്പും ഇല്ലാതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുക. മാത്രവുമല്ല ഇവരുടെ കയ്യിൽ കുറച്ച് പണവും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വീട്ടുകാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല, അതിൽ ഒരാളുടെ, ഇപ്പോൾ അശ്വതിയുടെ അച്ഛൻ പറയുന്നത് അത്ര പണം കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടുന്ന് കൊടുത്ത ഒരു ചെറിയൊരു തുക മാത്രമായിരിക്കും, ഒരു പോക്കറ്റ് മണിക്ക് കൊടുത്തൊരു പണം അല്ലാതെ മറ്റ് പണം ഇല്ല എന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇനി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇനി റഹീം അസ്ലം തന്നെ ഇവർക്ക് പണമായിട്ട് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി പോലീസ് ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും അവരെ കൈവശം പണം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സലൂണിലെ ജീവനക്കാരിയൊക്കെ തന്നെ ഇതിനോടകം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എവിടുന്നോ പണം ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും സ്വർണം പണയം വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇത്രയും വലിയ ചർച്ചകൾ ഈ ടീനേജിനെ സംബന്ധിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ഈ +1 പഠിക്കുന്ന കുട്ടികൾ അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ഇതൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കുറെ ദിവസങ്ങളായി തന്നെ ചർച്ച നടക്കുമ്പോഴും അതൊന്നും തന്നെ അടിത്തട്ടിലേക്ക്, ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്താൻ പാകത്തിലുള്ളതാവുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് അതിന്റെ ഒരു യഥാർത്ഥ കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് വേണം
ഓരോ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. കാരണം ഇതിനു മുൻപും ഈ പറഞ്ഞതുപോലെ തന്നെ നാട് വിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അവർ തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഇവിടുന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ അവിടെ നിന്നൊക്കെ പോയി മുംബൈയും കഴിഞ്ഞ് അവർ മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്ത് അവർക്കൊരു ജോലി വേണം, അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇത്രത്തോളമൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി പല ഘട്ടങ്ങളിലും സംസാരിക്കുമ്പോഴും അതൊന്നും തന്നെ ഈ കുട്ടികൾ എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം എന്ന് മാത്രമാണ്.